ആരെങ്കിലും ഇഷ്ടത്തോടെ ചോക്ലേറ്റ് തന്നാ അത് കഴിക്കണം, അല്ലാതെ വേസ്റ്റ് ആക്കരുത്. ഞാൻ വേസ്റ്റ് ചെയ്തില്ലല്ലോ, ഫ്രിഡ്ജിലല്ലേ വെച്ചേ. കിട്ടിയ അപ്പ തന്നെ കഴിക്കണം, അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കേ. എക്സാം കഴിഞ്ഞ് സ്കൂളിൽ അടച്ചു, ഇപ്പോഴും നീ സ്കൂൾ ബുക്ക് എടുത്ത് വെച്ചോണ്ടിരിക്കുക. ഇത് സ്കൂൾ ബുക്കല്ല, ചിക്കൻ സൂപ്പ്. പാചക ബുക്കോ? എന്ത് വേണമെങ്കിലും പറഞ്ഞോ, മുരുകൻ ഉണ്ടാക്കി തരില്ലേ നിനക്ക്? ഇത് പാചക ബുക്കല്ല, സ്റ്റോറി ബുക്കാ. ഇൻസ്പിറേഷണൽ സ്റ്റോറീസ്. കപ്പേള ബൈ ജാക്ക് ഫീൽഡ് ആൻഡ് മാർക്ക് ഹാൻസൺ. ഓ, ആ ബുക്കാണല്ലേ. വായിച്ചു 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 വായിച്ചു. എങ്ങനെയുണ്ട്? ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസാ. ഏയ്, ഞാൻ ചോക്ലേറ്റിനെ പറ്റി ചോദിച്ചു. അമ്മ തന്നതല്ലേ, നല്ലതായിരിക്കും. നമ്മള് കാറിൽ വന്നപ്പോ അവരെന്നെ പറ്റി എന്തോ പറഞ്ഞു പറഞ്ഞു. അതെ, അമ്മ എന്തു പറഞ്ഞു? ഏയ്, നിന്നോടല്ലേടാ അവര് പറഞ്ഞത്, എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത്? എന്തോ പറഞ്ഞായിരുന്നു, സോറി മറന്നുപോയി. ഓക്കെ, ഓർമ്മ വരുമ്പോ പറയണം. ആകാശ്, ആകാശ്, അപ്പോഴത്തേക്ക് ഉറങ്ങിയോ നീ? മണി 10 ഏയ്, 9:55 ആയിട്ടുള്ളൂ. ഓർമ്മ വന്നോ നിനക്ക്? എന്ത്? ശിവാനിയുടെ അമ്മ എന്നെ പറ്റി എന്ത് പറഞ്ഞു പറഞ്ഞില്ലേ? എനിക്കൊന്നും ഓർമ്മയില്ല, നല്ല ഉറക്കം വരുന്നു, പോയി കിടക്കച്ചാ. നീ വല്ല ചിക്കൻ സൂപ്പിന്റെ മട്ടൺ സൂപ്പിന്റെ ഒക്കെ റെസിപ്പി ഓർമ്മയിൽ വെച്ചോ. സ്വന്തം അച്ഛനെ പറ്റി ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ അത് മാത്രം മറന്നുപോകും. ഗുഡ് നൈറ്റ്. ശിവാനി, പാവന്റെ അച്ഛൻ. അച്ഛൻ ഉറക്കില്ലാതെ രാത്രി മുഴുവനും അച്ഛൻ ഉറങ്ങാതെ എന്നെ ഉറക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. ഇവരെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം നമുക്ക് വിട്ടാലോ? ആദ്യം അമ്മേനെ അച്ഛനെ മീറ്റ് ചെയ്യിപ്പിക്കണം. എങ്ങനെ? അതല്ലേ എന്റെ ബർത്ത്ഡേ വരുന്നത്. എന്താടി ഉറക്കത്തിന്ന് എഴുന്നേറ്റ് നേരെ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്ന? എനിക്കറിയാം, നിന്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് വാങ്ങണം, അതല്ലേ കാര്യം. എനിക്ക് ബർത്ത്ഡേയും വേണ്ട, ഡ്രസ്സും വേണ്ട. അതെന്താടി? പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രം ഷോപ്പിങ്ങിന് പോയി, രണ്ടുപേരും മാത്രം കേക്ക് വാങ്ങി, രണ്ടുപേരും മാത്രം സെലിബ്രേറ്റ് ചെയ്ത് ഇതിലെന്ത് ഹാപ്പിനെസ്സാ ഉള്ളേ? വെറും ബോറ്. ശരി, എന്തിനാ ഇങ്ങനെ ചുറ്റി വളഞ്ഞൊക്കെ പറയുന്നേ? നിനക്ക് ആകാശിനെ അവന്റെ അച്ഛനെയും വിളിച്ചു വരുത്തണം, അതല്ലേ കാര്യം. വിളിച്ചാലോ? വിളിച്ചാ സൂപ്പർ ആയിരിക്കും. എന്നാ വിളിച്ചോ. ഞാൻ വിളിച്ചൊന്നും വരില്ല, അമ്മ തന്നെ പോയി വിളിക്കണം. ഓക്കെ. താങ്ക് യു മമ്മി. അല്ല ആകാശ്, ഇതുവരെ നീ ബർത്ത്ഡേ പാർട്ടിക്ക് പോയില്ലേ? എവിടെ, റെഡി ആവാന്ന് പറഞ്ഞ അകത്ത് കയറിയതോ. 2 മണിക്കൂറായി, ഇറങ്ങിയില്ല. ഒരു ഷർട്ട് വിട്ട് ഒരു മുണ്ട് കൊടുക്കാൻ ഇത്രയും നേരം വേണോ? ഭാസ്കർ, എന്താടാ നിന്റെ അച്ഛൻ ഉറങ്ങിപ്പോയോ? ഭാസ്കർ, വരുന്നു. ഉറങ്ങിയിട്ടില്ല അവൻ. ഹാവ് എ നൈസ് പാർട്ടി. ഭാസ്കർ വരും സ്റ്റൈല് കാണടാ, കോട്ടും സൂട്ടും ഇട്ട പുതിയ സ്റ്റൈലിടാ. അയ്യേ, അച്ഛനിത് എന്തു പറ്റി? എന്താ നന്നായിട്ടില്ലടാ? അവിടെ എന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണോ നടക്കാൻ പോന്നെ? ബർത്ത്ഡേ പാർട്ടി ആകുമ്പോ ഒരു ഗുമ്മക്ക് വേണ്ടടാ. ബർത്ത്ഡേ പാർട്ടിയിലാകെ 4 പേരുള്ളൂ, അച്ഛൻ, ഞാൻ, അമ്മ, ശിവാനി. പാർട്ടി പാർട്ടി തന്നെയല്ലേ? ശരി വാ. വെയിറ്റ്, ഇതെങ്ങനെ? നോക്ക് നോക്ക്, വേണ്ടല്ലേ? കാണ് ഭാസ്കറുടെ ഈ സ്റ്റൈൽ കാണ്. വെയിറ്റ്,
ഇത് ബെസ്റ്റ്. ഏയ് നോക്ക് നോക്ക് നോക്കി കാണ് ഡ്രസ് തന്നെ ഓവറാ, അതിന്റെ കൂടെ ഗ്ലാസും ഒരു പോക്കറ്റ് വെച്ചേ. ഇതിവിടെ ഇരിക്കട്ടല്ലേ? നല്ല ബോറായിരിക്കും അച്ഛാ. നിന്റെ സൽമാൻ ഖാൻ വെച്ച ടോപ്പ് ഞാൻ വെച്ച ചീപ്പല്ലേ? കണ്ണാടി പുറകെ വെച്ച സൽമാൻ ഖാനാവോ? ഏ ഒന്നുമില്ല. മമ്മി, ആകാശും അച്ഛനും വന്നിട്ടുണ്ട്. പോയി വിളിച്ചോണ്ട് വാ. അമ്മ പോയി വിളിക്കമ്മേ. ആ, ഞാനോ? ഞാനൊന്നും പോയില്ല, നീ വിളിക്ക്. പോയി വിളിക്കമ്മേ. ഞാനൊന്നും വിളിച്ച അവര് വരില്ല. പോയി വിളിക്കമ്മേ. ഹായ് മമ്മി. ഹായ് ആകാശ്, കം. അച്ഛനും വന്നിട്ടുണ്ട്. പോയി വിളിക്കമ്മേ. എക്സ്ക്യൂസ് മീ. അച്ഛാ, അമ്മ വിളിക്കുന്നുണ്ട്. ഹായ്, അകത്തേക്ക് വരൂ. Awesome. താങ്ക് യു. മമ്മി, അച്ഛൻ ഈ ഡ്രസ്സിൽ സൂപ്പർ ആയിട്ടുണ്ടല്ലേ? ലെറ്റ്സ് ഗോ ഇൻ. അച്ഛാ, ഇനി അച്ഛൻ ഇതേപോലത്തെ ഡ്രസ് ഇട്ടാ മതി. മുണ്ടും ഷർട്ടും ഒക്കെ ബോറാ. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഹാപ്പി ബർത്ത്ഡേ ശിവാനി. താങ്ക് യു. മെനി മെനി ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു ചാ. അവിടേക്ക് ഇരിക്കൂ. അച്ഛാ, Yeah. ഞങ്ങളുടെ വീട് എങ്ങനെയുണ്ട്? വളരെ ഭംഗിയായിട്ടുണ്ട്. അമ്മ വീട് നന്നായി നോക്കുന്നുണ്ട്. ശിവാനി, അകത്തോട്ട് വാ. നിങ്ങൾ ഇരിക്ക്. ശിവാനി, വരുന്നമ്മേ. അച്ഛോ. ഏയ് നോക്ക് നോക്ക് നോക്കി കാണ് ഭാസ്കറുടെ ഈ സ്റ്റൈൽ കാണ് കൊണ്ടുപോയി കൊടുക്ക. അമ്മ തന്നെ പോയി കൊടുക്ക്. എന്തിനാ? അയാൾ എന്താ എന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കാണോ? കൊടുത്തേ. പോയി കൊടുക്കമ്മേ. ഞാൻ പോകുന്നില്ല. പോയി കൊടുക്കാനല്ലേ പറഞ്ഞേ. അച്ഛാ, ഡ്രസ് എങ്ങനെയുണ്ട്? ഈ ബ്ലാക്ക് ഡ്രസ് വളരെ നന്നായിട്ടുണ്ട്. അയ്യോ അച്ഛാ, ഞാൻ എന്റെ ഡ്രസ്സിനെ പറ്റിയാ ചോദിച്ചേ. സൂപ്പർ ആയിട്ടുണ്ട്. അമ്മേ, അച്ഛൻ വരുമ്പോ ഏത് ഡ്രസ്സാ നന്നാവാന്ന് മാറ്റി മാറ്റി ഇട്ട് കാണിച്ചില്ലേ? ഇപ്പൊ ഇത് തന്നെ നന്നായിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? അയ്യോ, നാളെ കെട്ടി. അല്ലടാ, ജ്യൂസ് നന്നായിട്ടുണ്ട്. അമ്മ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അച്ഛാ, പാക്കറ്റ് ജ്യൂസാ. പാക്കറ്റ് ജ്യൂസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് വാങ്ങാനൊരു കഴിവൊക്കെ വേണ്ടേ? ആകാശ്, ശിവാനി, വരൂ, കേക്ക് കിട്ടിയോ? വാ. യാ. Happy birthday to you. Happy birthday to you. Happy birthday ശിവാനി. Birthday to- ഏയ്, നീ വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇത് പാരാ? ഞാൻ പോയി നോക്കാം. Hi, Anu. How are you?
സോറി, ഐ എം സഞ്ജയ്, അനുവിൻ്റെ ഹസ്ബൻഡാണ്. ശിവാനി എൻ്റെ മോളാ. ശിവാനിയെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഹാപ്പി ബർത്ത്ഡേ ശിവാനി. അന്ന് തന്നെ ഗ്യാങ്സ്റ്റർ ഷൂട്ട് ചെയ്തപ്പോൾ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല. എൻ്റെ ജീവൻ രക്ഷപ്പെട്ടതിലല്ല, നിന്നെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയതാ എൻ്റെ റീബർത്ത്. എൻ്റെ അച്ഛനമ്മയും പോലും നിന്നെ കണ്ടെത്താനാവില്ലെന്നാണ് പറഞ്ഞത്. TV ന്യൂസിൽ നിന്നെ കണ്ടതിന് ശേഷമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ഐ എം സോ ഹാപ്പി നൗ. നീ ആഗ്രഹിച്ചതുപോലെ ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് ലീഗലായിട്ട് മാരേജ് ചെയ്യാം. Shivani, this is a very, very special day for you because your dad is back. Enjoy the day. See you later. শুনুন শুনুন, জায়গা দিন, যেতে দিন, একটু যেতে দিন, জায়গা দিন। അനു, അനു, എന്താ സംഭവിച്ചത്? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സഞ്ജയ് ആരോ ഷൂട്ട് ചെയ്തതാ. അയ്യോ, সরুন সরুন, রাস্তার মাঝখানে দাঁড়াবেন না, এমার্জেন্সি, সরে দাঁড়ান। क्या कर रहे हो? कहाँ लेके जा रहे हो? এখানে তো যথেষ্ট ফেসিলিটি নেই, সেই জন্য আমরা ওনাকে সিমার মেডিকেল সেন্টারে নিয়ে যাচ্ছি। এটা আইসিইউ অ্যাম্বুলেন্স, এখানে কেউ গালা করতে পারবো না। वाह, we follow them. Excuse me, a patient was brought from Sanjeevan Hospital. Do you know where's the operation theatre? Patient name? Sanjay Sharma. One sec, ma'am. Sorry, ma'am, there is no patients in this name. No, he was brought from Sanjeevan Hospital in your ambulance. No, ma'am, we haven't sent any ambulance from here. Are you sure? Yes, ma'am, please check it out with some other hospitals. സീമാർ മെഡിക്കൽ സെന്റർ എന്നല്ലേ പറഞ്ഞ? വേറെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോയിരിക്കുക? Okay, okay, നീ ടെൻഷൻ ആവണ്ട, വാ. এখানে অনুকে Yes. ভেতরে আসুন। പ്ലീസ് ബി സീറ്റഡ്. സഞ്ജയ് ശർമ്മ എത്ര നാളായിട്ട് അറിയാം? 1 വർഷമായിട്ട് അറിയാം സർ. ഞാനവിടെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സഞ്ജയനെ മീറ്റ് ചെയ്തത്. അപ്പോൾ 1 വർഷം നിങ്ങൾ ഒരുമിച്ചായിരുന്നു, കല്യാണം കഴിക്കാതെ? യെസ് സർ, വി ആർ ലിവിംഗ് ടുഗെദർ. നിങ്ങളുടെ അച്ഛനും അമ്മയും എവിടെയാ? കാനഡയില. നിങ്ങൾ സഞ്ജയിൻ്റെ പേരൻസിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ അവരെ കണ്ടിട്ടില്ല സർ. ബാംഗ്ലൂരിലാണ് ഉള്ളത്. ഇൻഫാക്ട് അവരെ മീറ്റ് ചെയ്ത് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോഴാണ് സഞ്ജയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേരൻസിനെ അറിയാമോ? ഇല്ല സർ. നിങ്ങൾ പേരൻസിനെ അറിയിക്കാതെ എന്തിനത്ര ധൃതിയിൽ മാരേജ് ഫിക്സ് ചെയ്തേ? അത് പിന്നെ യു ആർ പ്രഗ്നന്റ്. ഓൾറൈറ്റ്? യെസ് സർ. ജസ്വന്ത് മൽഹോത്രയുടെ ഡോട്ടർ അല്ലേ? Yes, sir. ക്യാൻ യു പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ്? Okay. നീയും സഞ്ജയ് ചേർന്നല്ലേ ആ കുട്ടിയുടെ അച്ഛനെ കൊലപ്പെടുത്തിയത്? എന്നിട്ടൊന്നും അറിയാത്ത പോലെ അവരോട് ഫ്രണ്ട്ഷിപ്പ് തുടരുക. എന്തിനാ അത്? സർ, നിങ്ങൾ എന്തൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. Shut up! You know everything. സഞ്ജയ് ഷൂട്ട് ചെയ്തത് ആരാ? സഞ്ജയ് ഇപ്പൊ എവിടെയാ? നിനക്കെല്ലാം അറിയാം. Don't play with us. എനിക്കൊന്നും അറിയില്ല സർ.
എന്നെ ഒന്ന് വിശ്വസിക്കണം. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ലെന്ന് എനിക്കറിയാം. നീ വിചാരിക്കുന്ന പോലെ സഞ്ജയ് സാധാരണക്കാരനല്ല. ഈസ് എ പ്രൊഫഷണൽ കില്ലർ ആൻഡ് എ ഷാർപ്പ് ഷൂട്ടർ. നിന്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ ജയസോമൻ മൽഹോത്ര ഇന്ത്യയിലെ വലിയ ജിയോളജിക്കൽ സയൻറ്റിസ്റ്റാണ്. ഇന്ത്യയിൽ എവിടെയൊക്കെ പ്ലൂട്ടോണിയം മൈൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു. അത് ഇന്ത്യക്ക് തന്നെ കിട്ടണമെന്ന ലക്ഷ്യത്തോടെ അത് സംരക്ഷിച്ചിരുന്നു. ഇതിൻ്റെ രേഖകൾ കളക്ട് ചെയ്യാൻ ചില വിദേശികൾ ഇന്ത്യയിലുള്ള ചില ക്രിമിനൽസിനെ വെച്ച് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. സഞ്ജയ് ആ സംഘത്തിലൊരാളാണ്.